നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് വിദ്യ എന്നാണ്. വിദ്യ, ഡോക്ടർ ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടറെ, ഇത് എന്റെ സിസ്റ്ററിന് വേണ്ടിയാണ്. സിസ്റ്റർ ഇപ്പൊ യൂട്രസ് റിമൂവ് ചെയ്തു. 35 ഇയേഴ്സ് ആയതേ ഉള്ളൂ. അപ്പം ആളുടെ യൂട്രസിൽ ഒരു മുഴ ഉണ്ടായിരുന്നു. അത് ഇച്ചിരി കോംപ്ലിക്കേഷൻ ആയിരുന്നു കേസായി. അങ്ങനെ ഇപ്പം ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ 2 മാസം കഴിഞ്ഞു. എന്നിട്ടും അത് പുറമേ ഉള്ള ആ ഒരു പാടും അത് ആ സ്റ്റിച്ചിന്റെ അവിടെ നന്നായിട്ട് വീർപ്പം കാണുന്നുണ്ട്. ആ സ്റ്റിച്ചിന്റെ അവിടെ ചെറിയ കുഴികൾ പോലൊക്കെ കാണുന്നുണ്ട്. അതായത് ഇപ്പോഴും നല്ല പെയിൻ ഉണ്ട്. സ്റ്റിച്ച് ഉണങ്ങി നല്ലോണം ഇതായില്ലേ, ഹീൽ ചെയ്തില്ലേ? ആ സ്റ്റിച്ച് ഉണങ്ങിയിട്ടുണ്ട്, പുറമേ ഉണങ്ങിയിട്ടുണ്ട്. പക്ഷെ അകത്ത് ചില ഭാഗങ്ങളിൽ നല്ല ബബിള് പോലെ നിന്നിട്ട് അത് പൊട്ടി പഴുപ്പ് വരുന്നുണ്ട് ഇപ്പോഴും. ചൂട് പിടിക്കുകയോ ആവി പിടിക്കുകയോ ചെയ്തോ? ആവി പിടിക്കുന്ന നമ്മള് ചൂടുവെള്ളത്തിലാണ് കുളിക്കുന്നത്. അതല്ല, ആ സ്റ്റിച്ചിലോട്ട് ആവി പിടിക്കുകയോ ചൂട് പിടിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്തോ? ചെയ്യണോ? അല്ല, ചെയ്തോ? ഇല്ല, ചെയ്തിട്ടില്ല. അല്ല, അങ്ങനെ ചെയ്ത സാധാരണ പൊട്ടിപ്പഴുക്കും. അതുകൊണ്ടാ ചോദിച്ചത്. അതൊരു എല്ലാവരും ചെയ്യുന്ന ഒരു തെറ്റായ ഒരു കാര്യമാണ്. അത് പെട്ടെന്ന് ഉണങ്ങും എന്ന് പറഞ്ഞിട്ട് മിക്കവരും ഈ സ്റ്റിച്ചിൽ കൊണ്ടുവന്നിട്ട് നല്ല ചൂടുള്ള ആവിയും ഇതും പിടിച്ചു കൊടുക്കും. അപ്പൊ സോഫ്റ്റ് ആയിരിക്കണ സ്കിന്ന് നല്ലോണം പഴുത്തിട്ട് വലിയ വലിയ കുമിളകൾ പോലെ ആയി അത് പൊട്ടി പിന്നെയും പഴുക്കാൻ തുടങ്ങും. അപ്പൊ അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്തോ? ചൂട് പിടിക്കാൻ പാടില്ലല്ലേ? ഒരിക്കലും പാടില്ല. ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കാം, ക്ലീൻ ആക്കി വെക്കുക നല്ലൊരു സോപ്പ് ഉപയോഗിച്ചിട്ട്. പിന്നെ ഓയിൻമെന്റും ഇതും ഡോക്ടർ തന്നു കാണുമല്ലോ, അത് നിത്യേന ഇടുക. പിന്നെ ഇത് വളരെ ടൈറ്റായിട്ടുള്ള ഡ്രസ്സസ് കെട്ടുന്ന തരത്തിലുള്ളത് അതിലോട്ട് ഇടാതെ, അങ്ങനെ കെട്ടാതിരിക്കുക. എന്ന് വെച്ചാൽ അതിലോട്ട് നല്ല ബ്ലഡ് സപ്ലൈയോട്ട് കിട്ടണം. പിന്നെ ലൂസ് ഡ്രസ്സസ് ഇടുക, കോട്ടൺ ഡ്രസ്സസ്. ഇത് പിന്നെ ഒത്തിരി സ്ട്രെയിൻ എടുക്കാതിരിക്കുക. വയറിന് പ്രത്യേകിച്ച് ഇടയ്ക്കിടയ്ക്ക് കുനിയണ തരത്തിലുള്ള ഒന്നും ചെയ്യാതിരിക്കുക. ഇതൊക്കെ ഡോക്ടർ പറഞ്ഞു തന്നെയാണ്. എനിക്ക് വേറെ ഡൗട്ടും കൂടെ ഉണ്ട്. ഹലോ, പറഞ്ഞു. ഇപ്പൊ എനിക്ക് 23 വയസ്സായതേ ഉള്ളൂ. അപ്പം എനിക്കിങ്ങനെ നടുവേദനയും പിന്നെ ഡിസ്ചാർജ് ഉണ്ടായിരുന്നു, വൈറ്റ് ഡിസ്ചാർജ്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കണ്ടപ്പോ വൈറ്റ് ഡിസ്ചാർജിന് എനിക്ക് മരുന്നൊക്കെ തന്നു. പക്ഷെ എനിക്ക് കുറവില്ലായിരുന്നു വേദനയൊന്നും. അപ്പം ഡോക്ടർ പരിശോധിച്ചിട്ട് എന്നോട് പറഞ്ഞത് എനിക്ക് യൂട്രസിന് ഇൻഫെക്ഷൻ ഉണ്ടെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴെന്ന് പറഞ്ഞാൽ ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ട്. അതൊരു 17x16 mm അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അതൊരു പ്രോബ്ലം ഇല്ല, വളരെ ചെറിയ സിസ്റ്റം. അത് ഒരു കാര്യം ചെയ്താൽ മതി, 6 മാസം കൂടുമ്പോൾ ഒരു സ്കാൻ ചെയ്ത് ഇതാണോ എന്ന് നോക്കുക. പക്ഷെ ഇൻഫെക്ഷന് നല്ല കാര്യമായിട്ട് ട്രീറ്റ് ചെയ്യണം. അത് ഒറ്റ ട്രീറ്റ്മെന്റ് കൊണ്ടൊന്നും ശരിയാവില്ല. മന്ത്ലി വൺസ് എങ്കിലും ഹസ്ബൻഡും വൈഫും കൂടി എടുക്കാവുന്ന ഈ കിറ്റ് ഒക്കെ ഉള്ള ട്രീറ്റ്മെന്റ് ഉണ്ട്. അത് അറ്റ്ലീസ്റ്റ് മന്ത്ലി വൺസ് നിങ്ങൾ എടുക്കണം, ഒരു 3 മാസത്തേക്കെങ്കിലും. എന്നാലേ മിനിമം അത് ഒന്ന് നേരെയായി കിട്ടുള്ളൂ. പിന്നെ സ്ത്രീകൾക്ക് ഉള്ളിൽ വെക്കാനുള്ള വെജൈനൽ ടാബ്ലറ്റ് ഉണ്ട്, അത് വെക്കണം. അതിനൊരു റെഗുലാരിറ്റി ഉണ്ട്. അതിൽ കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ ഇത് കംപ്ലീറ്റ് മാറുള്ളൂ. അല്ലെങ്കിൽ യൂട്രസ് നല്ല ഇൻഫെക്റ്റഡ് ആവും, അതുവഴി യൂറിനറി ഇൻഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കും. സോ അതിപ്പോ നല്ലൊരു ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് എടുത്തോളൂ. ഓക്കെ ദേവി, താങ്ക് യു ഫോർ കോളിംഗ്. ഡോക്ടറെ, പലർക്കും ഉള്ളൊരു സംശയമാണ്, ഈ യൂട്രസ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിന് എന്തെങ്കിലും വ്യത്യാസമോ പ്രശ്നമോ എന്തെങ്കിലും? ഒരുപാട് പേര് മടിച്ച് ചോദിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. ഹസ്ബൻഡ്സും ചില വൈഫ്സും അത് വേണ്ടാന്ന് വെക്കുന്നതും, എന്തെങ്കിലും എത്ര ബ്ലീഡിങ്ങും ഇതും ഉണ്ടെങ്കിൽ പോലും അത് വേണ്ട എന്നൊക്കെ പറയും. അപ്പം ഇത് യൂട്രസ് അല്ല, അത് കാര്യം വെച്ചാൽ യൂട്രസ് ആണ് ഈ സ്ത്രീത്വത്തിനെ മെയിൻറ്റെയിൻ ചെയ്യണു എന്നുള്ളൊരു ഫീൽ ഉള്ളത് കൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഒരിക്കലും ഇല്ല. അപ്പം യൂട്രസ് റിമൂവ് ചെയ്താലും നോർമൽ സെക്ഷുവൽ ലൈഫ് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതിന് തന്നെയാണ് നമ്മൾ ഒരുപാട് യങ്ങാണെങ്കിൽ ചെറിയ ഹോർമോൺ റീപ്ലേസ്മെന്റ്സ് കൊടുക്കും. അതുകൊണ്ട് ഒരു ദോഷവും ഇല്ല. ഇത് എല്ലാ ന്യൂട്രീഷനും ഉള്ള സംഗതികൾ, ന്യൂട്രീഷന് വേണ്ടിയിട്ടുള്ള ക്യാപ്സ്യൂൾസ്, ന്യൂട്രിയൽ സപ്ലിമെന്റ് എന്ന് പറയും. അത് ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പ്രോട്ടീൻസ് ഉണ്ട്, സപ്ലിമെന്റ് ന്യൂട്രീഷൻസ്, അതെല്ലാം. പിന്നെ ഏറ്റവും അത്യാവശ്യം ഈ സ്ത്രീകൾക്ക് ഉള്ളിലിടാനുള്ള ഒരു ക്രീമുണ്ട്. അത് സ്ഥിരമായിട്ട് അത് 5-ാം ദിവസം തൊട്ട് ഞാൻ കൊടുക്കും. അത് ഇട്ട് തുടങ്ങിയിട്ട് റെഗുലറായിട്ട്, അത് കിടക്കും മുമ്പേ റെഗുലറായിട്ട്
അത് ഇട്ടുകൊണ്ടേയിരിക്കുക. പഴയതിൽ നിന്ന് ആ യോനി ഭാഗത്തിനോ വെജൈനയ്ക്കോ ഒരു വ്യത്യാസവും വരത്തില്ല. സോ ഈവൻ അവരുടെ ഒരു ദാമ്പത്യ ജീവിതത്തിലൊന്നും ഒരു വ്യത്യാസവും പഴയതിൽ നിന്ന് ഉണ്ടാവില്ല. എനിക്ക് അതിന്റെ ഫീഡ്ബാക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവമേ അവർക്ക് ഫീൽ ചെയ്തിട്ടേ ഇല്ല ഒരിക്കലും. സോ അത് നമ്മൾ ആക്ച്വലി ഈ യൂട്രസ് റിമൂവ് ചെയ്യുന്നത് ഒരു വലിയ കാര്യമല്ല. ആ യൂഷ്വലി എന്താ ഇപ്പൊ സംഭവിക്കുന്നത്, ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താ സംഭവിക്കുന്നത്, ഒരു വലിയ പ്രശ്നം വരുന്നു, യൂട്രസിന് സിവിയർ ബ്ലീഡിങ്, അല്ലെങ്കിൽ വലിയ വലിയ മുഴകള്, അല്ലെങ്കിൽ യൂട്രസിന് വേറെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള പ്രശ്നം, ഇങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അത് മാറ്റി കഴിയുമ്പോഴത്തേക്കും പിന്നെ ആ ഡോക്ടറിന് ഈ പേഷ്യന്റ് ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്കും ഒരു ചെക്കപ്പും കൂടെ കാണും. പിന്നെ ഡോക്ടറോ പേഷ്യന്റോ തമ്മിൽ ഒരു റാപ്പോ ഇല്ല, അവർ തമ്മിൽ കാണുന്നില്ല. പിന്നെ അതോടുകൂടി അവർ തമ്മിലുള്ള ബന്ധം അങ്ങ് അവസാനിക്കുക. അതാണ് നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും തെറ്റായ ഒരു പ്രവണത. അതേസമയം ഞാൻ ചെയ്യാറില്ല. കാരണം വെച്ചാൽ നമുക്ക് കുറച്ചൊക്കെ പാശ്ചാത്യ രാജ്യങ്ങൾ, അതായത് വെസ്റ്റേൺ കൺട്രീസിലുള്ള നല്ല കൾച്ചർ നമ്മൾ എടുക്കണം. അവരുടെ ഒരു മെഡിക്കൽ ഇതനുസരിച്ചിട്ട് ഞാൻ അതാ ചെയ്യാറുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ നമ്മള് ക്വാളിറ്റി ലൈഫ് കെയർ മെയിൻ്റനൻസ് എന്നുള്ള ഒരു മെസ്സേജിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്താൽ ആ ആളിന് അതുകൊണ്ട് ഗുണം ഉണ്ടാവണം, അല്ലാതെ ദോഷമല്ല ഉണ്ടാവേണ്ടത്. സോ ആ റെഗുലർ ആയിട്ടുള്ള അവര് ചെക്കപ്പ് മാത്രമല്ല, അവരുമായിട്ടുള്ള കൗൺസിലിംഗ്, ഇപ്പൊ അവരുടെ ലൈഫ് എങ്ങനെ പോകുന്നു, എല്ലാ കാര്യങ്ങളും, അവരുടെ നോർമലി ജോലി ചെയ്യുന്ന സ്ത്രീകളാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് എനർജി ഉണ്ടോ, പഴയതിനേക്കാളും ഇല്ലെങ്കിൽ കുറച്ച് എനർജി കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ ഡ്രിങ്ക്, ഇത് മറ്റേ പ്രോട്ടീൻ ഡ്രിങ്ക്സ് അങ്ങനെയൊക്കെ കൊടുക്കുക. പിന്നെ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയും, ഇപ്പൊ വണ്ണം വെക്കുന്നുണ്ട്, ഓരോ പ്രാവശ്യം വരുമ്പോൾ വെയിറ്റ് എടുക്കും, വണ്ണം വെക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അവർ ആ വണ്ണമൊക്കെ കുറയ്ക്കാനുള്ള ആ ഒരു ഇത്, ഒരുപാടങ്ങ് വണ്ണം വെച്ച് പോയാൽ കുറയ്ക്കാൻ പാടായിരിക്കും. അപ്പൊ ആദ്യം തുടക്കത്തിലേ ഞാൻ പറയും, ഇപ്പൊ ഇച്ചിരി വണ്ണം വെക്കുന്നുണ്ട്, സോ ഇനി അങ്ങോട്ട് കുറച്ച് കുറയ്ക്കണം, ഇന്ന ഫുഡ് നൈറ്റില് റൈസ് കഴിക്കണം, കുറയ്ക്ക്, അങ്ങനെയൊക്കെ ഒരു ഫ്രണ്ട്ലിനെസ് അതോടുകൂടി പറയുമ്പം ഒരു ഡോക്ടറാണ് പറയണെന്നുള്ള തോന്നലങ്ങ് മാറും. അപ്പൊ ആ ഒരു ഫ്രണ്ട് ആണ് പറയുന്നതെന്ന് തോന്നുമ്പോഴത്തേക്ക് നാച്ചുറലി അവർ അത് അതിന്റെ ആ ഒരു ഇതിലെടുത്തോളൂ.